ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ അവസാന ദിവസമാണെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നുക എന്തിനെക്കുറിച്ചായിരിക്കും? നമ്മളെല്ലാവരും ഒരു നാൾ ഈ ലോകം വിട്ടു പോകും. പക്ഷേ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ മിക്ക ആളുകളും ഒരേ തരത്തിലുള്ള ചില പശ്ചാത്താപങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. അവർക്ക് കൂടുതൽ പണം സമ്പാദിക്കാത്തതിൻ്റെ വിഷമമല്ല, വലിയ വീട് വാങ്ങാത്തതിൻ്റെ വിഷമമല്ല, പകരം അവർ ജീവിക്കാതെ പോയ ചില നിമിഷങ്ങളെക്കുറിച്ചാണ് അവർ പറയുന്നത്. ഇന്ന് അത്തരത്തിലുള്ള 5 വലിയ പശ്ചാത്താപങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണൂ, കാരണം ഇതിലൊരു കാര്യമാണ് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാൻ സാധ്യതയുള്ളത്. 1. ജീവിതം ജീവിക്കാതെ പോയത്. മരിക്കുന്നതിന് മുമ്പ് ആളുകൾ പറയുന്ന ഏറ്റവും വലിയ പശ്ചാത്താപം: മറ്റുള്ളവർ പ്രതീക്ഷിച്ച ജീവിതമാണ് ഞാൻ ജീവിച്ചത്, എനിക്കിഷ്ടപ്പെട്ട ജീവിതമല്ല, സമൂഹം എന്തു പറയും, കുടുംബം എന്തു വിചാരിക്കും, ആളുകൾ എന്നെ എങ്ങനെ വിലയിരുത്തും. ഈ ചിന്തകളിൽ ജീവിതം മുഴുവൻ കഴിയും. അവസാനം അവർ തിരിച്ചറിയുന്നത് ജീവിതം അവരുടേതായിരുന്നു. ഓർക്കുക, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാത്ത പക്ഷം ആരും വന്ന് നിങ്ങൾക്ക് വേണ്ടി അത് ജീവിക്കില്ല. 2. പ്രിയപ്പെട്ടവരോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാതിരുന്നത്. പണം സമ്പാദിക്കാനായി, ഭാവി സുരക്ഷിതമാക്കാനായി നമ്മൾ പലപ്പോഴും ഇപ്പോൾ കൂടെയുള്ള ആളുകളെ മറക്കുന്നു. പക്ഷേ ഒരു ദിവസം അവർ ഇല്ലാതാകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പണമല്ല, കുറച്ചുകൂടി സമയം മാത്രമാണ്. അമ്മയോടൊപ്പം ഒരു സംഭാഷണം, അച്ഛനോടൊപ്പം ഒരു യാത്ര, കുട്ടികളോടൊപ്പം ചില നിമിഷങ്ങൾ. ഇവയാണ് പിന്നീട് ഏറ്റവും വിലപ്പെട്ട ഓർമ്മകളായി മാറുന്നത്. 3. സ്വന്തം വികാരങ്ങൾ തുറന്നു പറയാതിരുന്നത്. പലർക്കും സ്നേഹം പ്രകടിപ്പിക്കാൻ മടിയാണ്. പിന്നീട് പറയാം, ഇപ്പോൾ സമയമില്ല എന്ന് കരുതി നീട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ചില പിന്നീട് ഒരിക്കലും തിരിച്ചു വരില്ല. അതുകൊണ്ട് സ്നേഹിക്കുന്നവരോട് സ്നേഹമുണ്ടെന്ന് പറയൂ. ക്ഷമ ചോദിക്കേണ്ടവരോട് ക്ഷമ ചോദിക്കൂ. പറയാതെ പോയ വാക്കുകളാണ് ജീവിതാവസാനം വരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. 4. സന്തോഷം പിന്നീടേക്ക് മാറ്റിവെച്ചത്. ഈ ജോലി കിട്ടിയാൽ സന്തോഷിക്കും, ഈ വീട് വാങ്ങിയാൽ സന്തോഷിക്കും, ഇത് കഴിഞ്ഞാൽ സന്തോഷിക്കും. ഇങ്ങനെ സന്തോഷം എന്നും നാളേക്കായി മാറ്റിവെക്കും. പക്ഷേ ജീവിതം കാത്തിരിക്കില്ല. സന്തോഷം ഒരു ലക്ഷ്യമല്ല, ഒരു യാത്രയാണ്. ഇന്നത്തെ ചെറിയ സന്തോഷങ്ങൾ ആസ്വദിക്കാൻ പഠിക്കൂ, കാരണം നാളെ ഉറപ്പില്ലല്ലോ. 5. സ്വയം സ്നേഹിക്കാതിരുന്നത്. ജീവിതം മുഴുവൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചവരാണ് പലരും. എല്ലാവർക്കും വേണ്ടി സമയം കണ്ടെത്തി, എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേട്ടു. പക്ഷേ സ്വന്തം മനസ്സിനെ മാത്രം മറന്നു. സ്വയം വിലമതിക്കാതെ ജീവിച്ചവർക്ക് അവസാനം ഒരു തിരിച്ചറിവ് വരും. ഞാനും സ്നേഹം അറിയിക്കുന്ന ഒരാളായിരുന്നു. നിങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് മറ്റുള്ളവർക്കും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുക. സുഹൃത്തുക്കളെ, ജീവിതം വളരെ ചെറുതാണ്. ഒരു നാൾ നമുക്കെല്ലാവർക്കും പിന്നോട്ട് നടക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ജീവിച്ചു എന്ന് അഭിമാനത്തോടെ പറയണോ, അല്ലെങ്കിൽ ഞാൻ ജീവിക്കാതെ പോയി എന്ന് വിഷമത്തോടെ പറയണോ? കൂട്ടുകാരെ, നമ്മൾ ഇന്ന് സംസാരിച്ച ഈ 5 കാര്യങ്ങൾ മരണത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം മനുഷ്യൻ ഓർത്തു പശ്ചാത്തപിക്കുന്ന 5 കാര്യങ്ങളാണ്. നമ്മളിൽ പലരും ജീവിക്കാൻ മറന്നു പോവുകയാണ്. നാളെക്കുറിച്ചുള്ള ആശങ്കകളിലും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ചിന്തയിലും പണത്തിന് പുറകെയുള്ള നെട്ടോട്ടത്തിലും നമ്മൾ നമ്മുടെ ഇന്നുകളെ നഷ്ടപ്പെടുത്തുന്നു. പക്ഷേ ഓർക്കുക, ഒരു ദിവസം ഇതെല്ലാം അവസാനിപ്പിച്ച് നമുക്കും ഈ ഭൂമിയിൽ നിന്ന് മടങ്ങേണ്ടി വരും. അന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കഷ്ടമായിപ്പോയി, എനിക്ക് കുറച്ചുകൂടി നന്നായി ജീവിക്കാമായിരുന്നു എന്നൊരു സങ്കടം നമ്മുടെ മനസ്സിലുണ്ടാകരുത്. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മുടെ ജീവിതം മാറി ചിന്തിക്കാം, മനസ്സ് തുറന്ന് സ്നേഹിക്കാം, പ്രിയപ്പെട്ടവർക്കായി സമയം കണ്ടെത്താം, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിനൊപ്പം നമ്മുടെ സ്വന്തം സ്വപ്നങ്ങൾക്കും പ്രാധാന്യം നൽകാം. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും ക്ഷമിക്കാനും മടിക്കേണ്ടതില്ല. കാരണം ജീവിതം ഒന്നേയുള്ളൂ. അത് പരാതികളും പരിഭവങ്ങളും പറഞ്ഞു തീർക്കാനുള്ളതല്ല, മനോഹരമായി ജീവിച്ചു തീർക്കാനുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് നൽകൂ, കാരണം അവരും ജീവിതം നഷ്ടപ്പെടുത്താതിരിക്കട്ടെ.